ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ചെയ്യാൻ എൻ്റെ പോയി നല്ല മഴയാട്ടോ പുറത്ത്. അപ്പോൾ ഇതിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ചക്ക പഴുത്തിരിക്കുന്നത് കണ്ടത്. അപ്പം വിചാരിച്ചു ഇലയുടെ മുളക്ക് ഉണ്ടാക്കിയിട്ട് കുമ്പിളപ്പം രണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുമ്പിളയില അച്ഛനെടുത്ത് തന്നിരുന്നു. അപ്പോൾ ഒരു രണ്ടിന് വാഴയിലോട് എടുക്കാനായിട്ട് ഞാൻ താഴോട്ട് പോവാം കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്, നമുക്ക് ചൂട് കുമ്പിളപ്പം കഴിക്കാം രാവിലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇലയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് വയനയില, കുമ്പളപ്പത്തിൽ ഉണ്ടാക്കുന്ന ഇല ഇതാട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചു. ഇത് നമുക്ക് നമ്മുടെ ചക്കപ്പഴം, പരിക്ക ചക്കപ്പഴം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങായും ശർക്കരയും ചിരകി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. തേങ്ങായും ശർക്കരയും കൂടി ചിരകി വെച്ചേക്കുന്നത് കേട്ടോ. നേരത്തെ ഒരു 2-3 ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ചക്കപ്പഴം കൊണ്ട് അരിഞ്ഞെടുക്കാം. പുറത്തൊക്കെ നല്ല മഴയാണ് ഇന്ന്, കുറേ ദിവസമായിട്ട് മഴ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഓഫ് ഡേ, ഇന്ന് വീട്ടിൽ ദിവസമാണ്, ഇന്ന് ഇന്ന് ഓഫീസിൽ പോകണ്ട. അപ്പോൾ വിചാരിച്ചു എന്താണ് ഇപ്പോൾ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കി വെക്കാം. ചക്കപ്പഴം ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചക്ക പഴുപ്പ് കഴിക്കുന്നതിനേക്കാൾ നല്ലത്, ആരോഗ്യത്തിന് നല്ലത് നമുക്ക് കുമ്പിളപ്പം മുളപ്പം ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പം 4 മണി പലഹാരം ആയിക്കൊള്ളുമല്ലോ. 4 മണിക്ക് ചായയുടെ കൂടുതൽ മഴയൊക്കെ ഉള്ളു. അപ്പം 2 കുമ്പിളപ്പം കഴിക്കുമ്പോൾ അടിപൊളിയല്ലേ, ചൂട് ചായയും ചൂട് കുമ്പിളപ്പം. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ഇന്ന് എന്നാൽ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വീട്ടിലേക്ക് ദിവസങ്ങളിൽ ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുമ്പിളപ്പം തീരുമാനിച്ചു. അപ്പോൾ ഞാനിന്ന് ഏറെ കുഴച്ച് വയ്ക്കും, മാവ് സെറ്റാക്കി വെച്ചു, ബാറ്റർ റെഡിയാക്കി വെക്കും. എന്നിട്ട് ബാക്കി നമ്മൾ നാളെ കൂടി കുമ്പിളപ്പം ആക്കും. ഇന്ന് ഞാൻ കുഴച്ച് വെക്കുന്ന ഫുൾ മാവ് ഇന്ന് ഉണ്ടാക്കത്തില്ല, ബാക്കി ഞാൻ നാളത്തേക്ക് മാറ്റി വയ്ക്കും. അപ്പം നാളെ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് കുമ്പിളപ്പം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചക്ക മുഴുവൻ അരിഞ്ഞെടുക്കും. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ശർക്കരയും ചിരണ്ടി വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമുക്കിതിലേക്ക് മാവ് ചേർക്കാം, നമ്മുടെ ഇഷ്ടത്തിലുള്ള മാവ് നമുക്ക് ചേർക്കാം. എന്തെങ്കിലും അരിപ്പൊടി അല്ലെങ്കിൽ ഞാൻ ഗോതമ്പ് പൊടി, ഞാൻ ചേർക്കുന്നത് ഗോതമ്പ് പൊടി കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇപ്പോൾ അജന ആശീർവാദിൻ്റെ ആശയാണ് നമുക്ക് ചേർക്കുന്നത്, നമുക്കത് ചേർത്ത് കൊടുക്കാം. പാകത്തിന് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. വെള്ളം ഇപ്പോൾ ഒട്ടും ചേർക്കണ്ട. ഒരു പക്ഷേ ഇതിനകത്ത് ശർക്കരയുടെയും നമ്മുടെ ചക്കപ്പഴത്തിൻ്റെയും ഒക്കെ വെള്ളം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കുടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ചക്കപ്പഴം കുറച്ചൊക്കെ ഡ്രൈ ആയതുകൊണ്ടേ, കൂടുതൽ ചക്കപ്പഴം ആണെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ടി വരത്തില്ല. പക്ഷേ ഇപ്പോൾ പരിക്ക ചക്കപ്പഴം ആയതുകൊണ്ടും ഞാൻ മിക്സിയിലൊന്നും ഇട്ട് അടിച്ചിട്ടുമില്ല, അടുപ്പത്തിൽ നന്നായിട്ട് വേകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പാകത്തിന് നോക്കിയിട്ട് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററുടെ നന്നായിട്ട് റെഡിയായി. നമ്മുടെ കുമ്പിളപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഞാൻ അപ്പച്ചമ്പിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അവൻ ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കൈയൊക്കെ നന്നായിട്ട് കഴുകി നമുക്കിതിലേക്ക് കോരി വെക്കണമല്ലോ. അത് നമുക്ക് റെഡിയായിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളവും ഇവിടെ ചൂടാവും. നമ്മുടെ വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് കുമ്പിൾ കുത്തി അങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നും കുറച്ചിലേക്ക് നമുക്ക് മാവ് എടുത്തങ്ങോട്ട് വെച്ചാൽ മതി. ഇതുപോലെ കുമ്പിൾ കുത്തും. വയനയില മാത്രം കുമ്പിൾ കുത്തുക. മറ്റേ നമ്മളെടുത്ത വാഴയില നമുക്ക് അടയായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ 2 ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അപ്പോൾ 2 വേണമെങ്കിൽ കഴിക്കാം. കുറച്ച് മാത്രം ഇപ്പോൾ എടുക്കും, ബാക്കി നമുക്ക് നാളെ. അപ്പോൾ നമുക്ക് കുമ്പിള കുത്തി നമ്മുടെ വെള്ളമൊക്കെ അപ്പത്തേക്കും ചൂടായി. ഞാൻ വാഴയിലേക്ക് ഒന്ന് വാട്ടി വെച്ചു. നമുക്കതിലേക്ക് ഓരോന്നിലേക്ക് നമുക്ക് ആവശ്യത്തിന് മാവ് അങ്ങോട്ട് എടുത്ത് ഫില്ല് ചെയ്ത് വയ്ക്കാം. ഇത് ഒട്ടും താഴെ പോകത്തില്ല കേട്ടോ, ഇതിങ്ങനെ തന്നെ ഇരുന്നോളൂ. മടക്കി വെച്ച് ചിലപ്പോൾ ഇരിക്കില്ല, പക്ഷേ എന്നാലും ഒട്ടും താഴെ പോവില്ല. കാരണം നമ്മുടെ വെള്ളം ചൂടായതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഈ ചക്കയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സാധാരണ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും, ചക്കപ്പഴം വരട്ടി വെക്കും. കാരണം ഇപ്പോൾ ആൾക്കാരൊക്കെ പുറത്തൊക്കെ ഉള്ളവരെ, അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ ഈ വരട്ടി വെച്ചത് ഒട്ടും കേടാവില്ല. അപ്പോൾ അതെടുത്ത് നമുക്ക് ഇതുപോലെ കുമ്പിളപ്പം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളങ്ങനെ ഇപ്പം ചെയ്യാറില്ല. ഞാൻ ചിലർ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇതൊരു ആവി അടിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചക്കപ്പഴം നന്നായിട്ട് ഈ മാവുമായിട്ട് മിക്സ് ആയിക്കോളും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എന്തിനാ അങ്ങനെ
മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുന്നത് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റുള്ള കുമ്പളപ്പമാണിത്. അപ്പോൾ നമ്മുടെ വയനയില ഇവിടെ തീർന്നു. നമുക്കിനി ഇത് 1-2 പൊട്ടിയതാണേ. അപ്പോൾ നമുക്കിത് കുമ്പിൾ കുത്തിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പുറത്തേക്ക് പോകും. കണ്ടോ ഇതുപോലെ ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി വാഴയിലേക്കകത്തോട്ട് പരത്തി കൊടുക്കാം. വാഴയിലയും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് ആവി കയറ്റി വെച്ചേ. അപ്പോൾ നമ്മുടെ വാഴയിലയിലിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ചങ്ങോട്ട് പരത്തി കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് മടക്കി കൊടുക്കുക. നേരെ എടുത്ത് നമ്മുടെ തട്ടിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം നമുക്കൊരു ഇപ്പം ഞാൻ ഒരു 2 വെച്ചു. ഒരു 2 കൂടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. ഇത് വാഴയിലക്കകത്തുള്ളത് അട, കുമ്പിളിലക്കകത്തുള്ളത് കുമ്പിളപ്പം കേട്ടോ. അപ്പം ഇതും നന്നായിട്ട് വേവും. അപ്പം ചിലർക്ക് വാഴയിലയുടെ മണമാണ് ഇഷ്ടം. ചൂടായി കഴിയുമ്പോൾ ചിലർക്ക് കുമ്പിള് ഇലക്കകത്ത് ഉണ്ടാക്കുന്ന വയനയിലക്കകത്തെയാണ് ഇഷ്ടം. അപ്പം ഏത് വേണമെങ്കിലും കഴിക്കാം. 2 വേണമെങ്കിൽ 2 കഴിക്കാം. അപ്പോൾ ഒരു 2 കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ, ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ഇവിടെ കഴിഞ്ഞു. നമുക്ക് ചൂടോടെ കൂടി പിന്നെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് കഴിക്കാം. ബാക്കി ബാറ്റർ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. നാളെ രാവിലെ അപ്പോൾ എളുപ്പമുണ്ട്. ഇല ഇരിപ്പുണ്ട്, ഇവിടെ ബാറ്ററുണ്ട്. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് എല്ലാം റെഡിയാക്കി ഇലയിലേക്ക് ഇട്ട് കൊടുത്ത് അടുപ്പത്ത് വെച്ച് വേവിച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. അപ്പം നാളെ അവധിയാണ്, നാളെ സൺഡേ അല്ലേ. അപ്പോൾ നാളെ അവധിയാണ്. അപ്പോൾ നാളത്തേക്കുള്ളതും നമുക്ക് സെറ്റാണ്. അപ്പോൾ നമുക്കിത് ഒരെണ്ണം വെക്കാം അല്ലേ. 4 മണിക്കും കഴിക്കാമല്ലോ. ഇരിപ്പുണ്ട്, നമുക്ക് 4 മണിക്കും കഴിക്കാം പലഹാരമായിട്ട്. ചായയുടെ കൂടെ കഴിക്കാം. ചൂട് ചായ, മഴയത്ത് നല്ല ചൂട് കുമ്പിളപ്പം. അപ്പം നമ്മൾ ഇത് അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് ഇത് വേകുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു 20 മിനിറ്റൊക്കെ മതി നമുക്കിത് വേവാനായിട്ട്. നമുക്കിതൊക്കെ എല്ലാം എടുത്ത് ബാക്കിയൊക്കെ ബാറ്ററൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാം. പാത്രങ്ങളൊക്കെ അത്യാവശ്യമുള്ളത് കഴുകിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുമ്പിളപ്പോ അടയുടെ റെഡി ആയിട്ട് വരും. അപ്പം നമ്മുടെ കുമ്പിളപ്പമൊക്കെ നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മുകളിലത്തെ അടയായിരുന്നേ. അപ്പം ഞാൻ ആദ്യം കുമ്പിളപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ സമയമായി കേട്ടോ. നമുക്കിനി ഒരു അട കൂടെ എടുത്ത് കാണിക്കാം. ആവി അടിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ അടയും കുമ്പിളപ്പവും ഇവിടെ റെഡി. ഇത് നമ്മുടെ കുമ്പിളപ്പം. അങ്ങനെ നമ്മുടെ അടയും കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂട് ചായയും കുടിച്ച് നമ്മൾക്ക് ചൂട് കുമ്പിളപ്പം കൂടി മഴയത്ത് കഴിക്കണം. അടിപൊളി കോമ്പിനേഷനാണ്. ചക്ക ഉണ്ടെങ്കിൽ, അല്ല ചക്ക ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പഴമില്ലേ, പഴം ചെറിയ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം എല്ലാവരും കഴിച്ചു നോക്കുക. ഇതുപോലെ നല്ല അടിപൊളി കുമ്പിളപ്പമാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസിൽ കാണാം. അത് ടേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബായ്.